ഹേ ഗൈസ്, അങ്ങനെ എനിക്ക് ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പം എനിക്ക് ചക്ക വെച്ചത് ഇഷ്ടമാണ്. അപ്പം നമുക്ക് ചക്ക വെച്ചത് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ആദ്യം നമുക്കിത് പൊളിച്ചെടുക്കാം. തോട് വെള്ളം മാറ്റി ചക്ക സെപ്പറേറ്റ് ചെയ്തെടുക്കാം. എൻ്റെ മൂടൊക്കെ അരിഞ്ഞ് ചക്ക സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ മൂടരിഞ്ഞ് ഇനി ഇത് പൊളിച്ചെടുത്ത് ചക്ക കറയുള്ളത് കൊണ്ട് വളരെ പാടുള്ള കാര്യമാണ്. പക്ഷേ ഓരോ കാര്യങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റെയറായിട്ടൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ ചെയ്ത് നോക്കണ്ടേ. അതുപോലെ ദിയ ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ ഇതാ പൊളിച്ചെടുത്ത് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം ചോളകൾ. വല്ലപ്പോഴും മാത്രമേ ചക്കയൊക്കെ കിട്ടുകയുള്ളൂ. ഇപ്പോൾ സീസണൊന്നുമല്ല. അങ്ങനെ പിന്നെ ചക്ക കിട്ടിയപ്പോൾ മറ്റൊന്നുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ പാർട്സാക്കി തോടിൽ നിന്ന് ഇതാ എടുക്കുന്നുണ്ട്. പാർട്സായിട്ട് ഇതാ പൊളിച്ചെടുക്കണം. കറയൊക്കെയാണ്, വലിയ പാടുള്ള പരിപാടിയാണ്. അങ്ങനെ ഇതാ പൊളിച്ചെടുത്ത് ഒരു ഭാഗം ഇതാ പൊളിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വലിയ കറയാണ്. ഇതാ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി എടുത്ത് വെച്ചിട്ട് വെണ്ണ ഒഴിക്കാം. വെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇട്ട് കൊടുക്കാം. ഞാൻ ചട്ടി എടുത്ത് വെച്ച് എണ്ണ ഒഴിച്ചതാ പൊടിക്കാൻ ഇട്ടിട്ടുണ്ട്. ക്രിസ്പി ആവണ വരെ പൊടിച്ചെടുക്കാം. ചക്ക വച്ചല ഇഷ്ടം, ചിപ്സാ ഇഷ്ടം? അപ്പൊ പറഞ്ഞു നോക്ക് ഗൈസ്, ചക്ക വെച്ചല് ദിയാണ് ഗൈസ് എന്നെ ഹെൽപ്പ് ചെയ്യണം. ദിയാണ് ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ. സ്പൂൺ ഇട്ട് മിക്സ് ചെയ്തോ, സ്പൂണും കൂടെ ഇട്ടു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഇട്ട് കൊടുക്കണം. നല്ലോണം മിക്സ് ചെയ്യാം ഗൈസ്. ചൂട് പോയി, ഞാൻ തിന്നാം. നമുക്ക് എങ്ങനെ ഉണ്ടോ? ഒരു ഫൈനൽ ലുക്കിലാണ് കിട്ടണത്. അത് കഴിഞ്ഞ് മുളകും മഞ്ഞപ്പൊടിയും മിക്സ് ചെയ്യാൻ വെച്ചു. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയത്. ദിയ സ്കൂളിൽ നിന്ന് വന്നതാ തിന്നണം. എങ്ങനെയുണ്ട് ദിയ? നോക്ക് ഗൈസ്, ഇങ്ങനെയാണ് കിട്ടണത്. നോക്ക്. ഗൈസ് ഇത്ര കൂടെ ഉണ്ട്. അടുത്ത സ്റ്റെപ്പ് ഇറക്കുമ്പോൾ ഇങ്ങനെ ഒരു ക്രിസ്പിനെസ്സോട് കൂടിയാണ് കിട്ടുന്നത്. നോക്കാം, അങ്ങനെയാണ് ഗൈസ് കിട്ടണത്. എങ്ങനെ എന്തോ ഹംസായിട്ട് ഇത് വാങ്ങിയ ചക്ക ഹേ ഗായ്സ്, അങ്ങനെ ഇതാ ഞങ്ങൾ സൺഡേ ആയിട്ട് തിരുപ്പുറത്തുള്ള ഈ പിക്ചർ കാണാൻ വന്നിരിക്കുകയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പിക്ചറാണ്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇത് ബോഗൈൻ വില്ലയുടെ മരത്തിൽ ആ കുട്ടിയുടെ തലയിൽ ബോഗൈൻ വില്ല ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നിൽക്കും പോലെയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പിക്ചറാണ് ഗൈസ്. അങ്ങനെ ഞാൻ ദിയയ്ക്ക് ഇതാ പറഞ്ഞു കൊടുക്കുകയാണ്. ദിയയ്ക്ക് വലിയ പിടിയൊന്നുമില്ല. അങ്ങനെ പൂ പിടിക്കാനൊക്കെ പറഞ്ഞിട്ട് അവൾ കേൾക്കുന്നില്ല, മടിച്ചിങ്ങനെ നിൽക്കുകയാണ്. ബോഗൈൻ വില്ല ഇതാണ് നമ്മുടെ മോഡൽ ആരാധ്യ. ഇങ്ങനെ ഇരിക്കുക, കാലിങ്ങനെ ആവുക. ഇതാണ് നമ്മുടെ മോഡൽ ആരാധ്യ. ഹായ് പറയുന്നത്. ആ ഓക്കെ, ഷോർട്ട് കനിപ്പാവും കേട്ടോ.